ചിലർക്ക് ആത്മീയത ഒരു മുഖംമൂടിയാണ്. ആത്മീയതയുടെ മുഖംമൂടി അണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ സൗകര്യപൂർവ്വം അവരുടെ ഉത്തരവാദിത്തങ്ങൾ മറക്കും. അല്ലെങ്കിൽ എനിക്ക് ഈ സാധാരണ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല, കാരണം ഞാൻ ആത്മീയ കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്നവർ പറയും. സത്യത്തിൽ ഇത് അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലെ തൻ്റെ ശുശ്രൂഷ കാലത്ത് ഇത്തരത്തിലുള്ള ചില വേദ പണ്ഡിതന്മാരെ വിമർശിച്ചു. പ്രായമായ മാതാപിതാക്കളുള്ള ചില പരീശന്മാർക്ക്, അവരാണ് ഈ പറഞ്ഞ വേദപണ്ഡിതന്മാർ, അവരുടെ മാതാപിതാക്കളോടുള്ള കടമകൾ നിറവേറ്റാൻ താല്പര്യമില്ലായിരുന്നു. അതിനവർ ഒരു സൂത്രം പ്രയോഗിക്കും. അവർ ദേവാലയത്തിനൊരു നേർച്ച നേരും. എൻ്റെ പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ ഞാൻ ചിലവിടേണ്ട പണം മുഴുവൻ ഞാൻ ദേവാലയത്തിന് നേരുന്നു എന്നാണ് ആ നേർച്ച. അങ്ങനെ ആത്മീയതയുടെ പേരിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവർ ചെയ്യില്ലായിരുന്നു. പ്രായമായ മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന ദൈവകൽപ്പന അവർ അങ്ങനെ ദുർബലമാക്കി എന്നാണ് യേശു അവരോട് പറഞ്ഞത്. ആത്മീയതയുടെ പേരിൽ ഉത്തരവാദിത്തങ്ങൾ അവർ അവഗണിച്ചു. അബ്രാമിനെ ദൈവം വിളിക്കുമ്പോൾ ലോത്ത് എന്ന ചെറുപ്പക്കാരൻ അവരുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു. അബ്രാമിൻ്റെ സഹോദരൻ്റെ മകനായ ലോത്ത്. പക്ഷേ അബ്രാമിൻ്റെ സഹോദരനും ലോത്തിൻ്റെ അപ്പനുമായ ഹാരാൻ നേരത്തെ മരിച്ചു പോയിരുന്നു. അങ്ങനെ ലോത്തിൻ്റെ ഉത്തരവാദിത്വം കൂടി അബ്രാമിനായിരുന്നു. ദൈവം അബ്രാമിനെ വിളിച്ച് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ തൻ്റെ സ്വന്തം ചാർച്ചക്കാരെയും വിടാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അബ്രാമിന് വേണമെങ്കിൽ ലോത്തിനെ വിട്ടിട്ട് പോരാമായിരുന്നു. സ്വന്തം ചാർച്ചക്കാരെ വിട്ടുപോകാൻ ദൈവം കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. എന്നാൽ അബ്രാം അത് ചെയ്തില്ല. അയാൾ ബാലനായിരുന്ന ലോത്തിനെയും കൂടെ കൂട്ടി. ചില വർഷങ്ങൾക്ക് ശേഷം ലോത്തും ധനികനായി. അബ്രാമും ലോത്തും തമ്മിൽ പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് ലോത്ത് അബ്രാമിനോട് വലിയ നന്ദിയോ സ്നേഹമോ ഒന്നും കാട്ടിയില്ല. സ്വന്തം ലാഭം നോക്കി ലോത്ത് അബ്രാമിനെ വിട്ടുപോയി. ലോത്തിന് സമ്പത്ത് ധാരാളം ഉണ്ടായി എങ്കിലും സുരക്ഷിതത്വമില്ലായിരുന്നു. ഒരു യുദ്ധത്തിൽ ലോത്ത് ആക്രമിക്കപ്പെട്ടു. സ്വത്ത് മുഴുവൻ ശത്രുക്കൾ അപഹരിച്ചു. ലോത്തിനെയും കുടുംബത്തെയും അടിമകളാക്കി കൊണ്ടുപോവുകയും ചെയ്തു. ഈ വിവരം അബ്രാം അറിഞ്ഞു. എന്നോട് കാണിച്ച നന്ദികേടിൻ്റെ ഫലമാണിത്. എന്തായാലും ലോത്തിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അബ്രാമിന് കൈ കഴുകാമായിരുന്നു. എന്നാൽ അതല്ല അബ്രാം ചെയ്തത്. തൻ്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രാം കേട്ടപ്പോൾ അവൻ തൻ്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. രാത്രിയിൽ അവനും അവൻ്റെ ദാസന്മാരും അവരുടെ നേരെ ഭാഗം ഭാഗമായി പിരിഞ്ഞു ചെന്ന് അവരെ തോൽപ്പിച്ച് ദമ്മശേക്കിൻ്റെ ഇടത് ഭാഗത്തുള്ള ഹോബ വരെ അവരെ പിന്തുടർന്നു. അവൻ സമ്പത്തൊക്കെയും മടക്കിക്കൊണ്ടുവന്നു. തൻ്റെ സഹോദരനായ ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കിക്കൊണ്ടുവന്നു. അബ്രാം ദൈവഭക്തനായിരുന്നു. പക്ഷെ അതിൻ്റെ പേരിൽ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതിരുന്നില്ല. ആത്മീയതയുടെ പേരിൽ അബ്രാം മനുഷ്യത്വമില്ലാതെ പെരുമാറിയില്ല. യാക്കോബ് തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു.